Good day to all of you. Welcome to Easy Physics. അതെ, ഫിസിക്സ് വളരെ ഈസി ആയിട്ട് പഠിക്കാവുന്ന ഒരു സബ്ജക്റ്റ് ആണ്. ഒറ്റ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി തന്നെ പഠിക്കുക. ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ ഫിസിക്സിലെ മോഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ലെസൺ ആണ്. പക്ഷെ കൺസെപ്റ്റുകൾ വ്യക്തമായി മനസ്സിലാക്കി പഠിച്ചാൽ എളുപ്പത്തിൽ പഠിച്ചെടുക്കാവുന്ന ചാപ്റ്ററും കൂടിയാണ്. മോഷനെ കുറിച്ച് നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ കുറച്ച് ബേസിക്സ് ഒക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഏതൊക്കെ ടോപ്പിക്സ് ആണ് നോക്കുന്നതെന്ന് ഒന്ന് ക്വിക്കായിട്ടൊന്ന് നോക്കിയാൽ, റെസ്റ്റും മോഷനും തമ്മിലുള്ള ഡിഫറൻസ് ആദ്യം പഠിക്കാം. അതിനുശേഷം ഫ്രെയിം ഓഫ് റെഫറൻസ്. ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറയുന്നത് ഒരു പുതിയ കൺസെപ്റ്റ് ആണ്. നിങ്ങൾ മോഷനെ കുറിച്ചും ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മോഷനെ കുറിച്ചൊക്കെ കുഞ്ഞു ക്ലാസ്സിൽ പഠിച്ചപ്പോഴും പഠിക്കാതെ പോയ ഒരു ടോപ്പിക്കാണ് ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് 9ാം ക്ലാസ്സിൽ നമ്മൾ പുതുതായിട്ട് പരിചയപ്പെടാൻ പോകുന്ന ഒരു ടോപ്പിക്കാണ്. ഓക്കെ, പിന്നെ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന്റെ ക്ലാസിഫിക്കേഷൻ, അതും ഒരു പുതിയ ടോപ്പിക്കാണ്. സ്കേലാർസ് ആൻഡ് വെക്ടേഴ്സ് എന്നാണ് നമുക്ക് ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ രണ്ടായിട്ട് തരംതിരിക്കാൻ പറ്റുന്നത്. ഇനി ഒരു വസ്തുവിന്റെ മോഷനെ കുറിച്ച് കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 6 ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആണ് വേണ്ടത്. ഡിസ്റ്റൻസ്, ഡിസ്പ്ലേസ്മെന്റ്, സ്പീഡ്, വെലോസിറ്റി, ആക്സിലറേഷൻ, ടൈം. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ ഒരു വസ്തുവിന്റെ മോഷനെ കുറിച്ച് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാൻ പറ്റും. അപ്പോൾ ഈ ചാപ്റ്ററിൽ മൊത്തത്തിൽ വരുന്നത് ഈ 6 ഫിസിക്കൽ ക്വാണ്ടിറ്റീസും ഇവ തമ്മിലുള്ള ഇന്റർ റിലേഷൻസും ആണ്. ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോയിലൂടെ ഇതിലെ 2 ക്വാണ്ടിറ്റീസിനെ നമുക്ക് പരിചയപ്പെട്ട് വെക്കാം. ഒന്ന് ഡിസ്റ്റൻസ്, രണ്ടാമത്തേത് ഡിസ്പ്ലേസ്മെന്റ്. റെഡി ആണല്ലോ അല്ലെ? നമുക്ക് ടോപ്പിക്കിലോട്ട് കിടക്കാം. റെസ്റ്റും മോഷനും എന്താണെന്നുള്ളത് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. ഇപ്പൊ നിങ്ങൾ ഇരുന്ന് ഈ വീഡിയോ കാണുന്ന സ്ഥലത്തിന് ചുറ്റും നോക്കി കഴിഞ്ഞാൽ തന്നെ കുറെ ഒബ്ജക്ട്സിന് നിങ്ങൾക്ക് റെസ്റ്റിലുള്ളതായിട്ടും പല ഒബ്ജക്ട്സ് മൂവിങ് ഉള്ളതായിട്ടും കാണാൻ പറ്റും അല്ലെ? ഇപ്പൊ നിങ്ങളുടെ സ്റ്റഡി ടേബിളിൽ തൊട്ടപ്പുറത്തിരിക്കുന്ന ഒരു ബുക്ക് നിങ്ങളൊന്ന് നിരീക്ഷിക്കുക. ആ ബുക്ക് റെസ്റ്റിലാണോ മോഷനിലാണോ നിങ്ങൾക്ക് എങ്ങനെയാ മനസ്സിലാക്കാൻ പറ്റുന്നത്? ഇപ്പൊ നിങ്ങൾ ആ ബുക്കിന് നോക്കിയപ്പോൾ അതിന് കറക്റ്റ് ആയിട്ടൊരു പൊസിഷൻ ഉണ്ട്. ഇനി 2 മിനിറ്റിന് ശേഷം നോക്കുക, അല്ലെങ്കിൽ അടുത്ത സെക്കൻഡിൽ നോക്കുക, വീണ്ടും കുറച്ച് സമയം കഴിഞ്ഞിട്ട് സെയിം ബുക്കിനെ തന്നെ നമ്മൾ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുക. ആ ബുക്കിന്റെ സ്ഥാനം അവിടെ നിന്ന് മാറുന്നേ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാം? ആ ബുക്ക് റെസ്റ്റിലാണെന്ന് മനസ്സിലായി അല്ലെ? അപ്പൊ റെസ്റ്റിനെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നത്? എനി ബോഡി, ഇറ്റ്സ് നോട്ട് ഓൺലി അബൌട്ട് ദ ബുക്ക്, എനിത്തിങ് വിച്ച് ഇസ് സെഡ് ടു ബി അറ്റ് റെസ്റ്റ് ഇഫ് ഇറ്റ്സ് പൊസിഷൻ ഡസ് നോട്ട് വാരി with respect to given referral point as time passes. ഇവിടെ ഈ എഴുതിയിരിക്കുന്ന വേർഡ് റെഫറൽ പോയിന്റ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ് നിങ്ങൾ റെസ്റ്റിനെ കുറിച്ച് ഡിഫൈൻ ചെയ്യുമ്പോൾ. ആ വേർഡിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് അടുത്ത് വരുന്ന ഒരു എക്സാമ്പിളിലൂടെ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി, സമയം പോകും തോറും ഒരു വസ്തുവിന്റെ സ്ഥാനത്തിന് മാറ്റം സംഭവിക്കുന്നേ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ വസ്തു റെസ്റ്റിലാണെന്ന് മനസ്സിലായി. മോഷൻ എന്ന് വെച്ചാൽ എന്തായിരിക്കും? ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യമാണ് മോഷൻ അല്ലെ? ഇപ്പൊ നിങ്ങളുടെ കുഞ്ഞിനെ അവിടെ ഓടി നടന്ന് കളിക്കുന്നുണ്ടെന്ന് വിചാരിക്കുക നിങ്ങൾ പഠിക്കുന്ന സമയത്ത് അല്ലെ? അപ്പൊ എന്താ നിങ്ങൾക്ക് എങ്ങനെയാണ് മോഷൻ എന്ന് മനസ്സിലാവുന്നത്? നിങ്ങൾ നോക്കുന്ന സമയത്തെല്ലാം ആ അനിയച്ചാരുടെ പൊസിഷൻ ഇങ്ങനെ മാറി മാറി പോവാണ്. അങ്ങനെ ഉണ്ടാവുമ്പോൾ ഏത് വസ്തുവിന്റെ ആണെങ്കിലും ഓക്കെ, നിങ്ങൾ നിരീക്ഷിക്കുന്ന സമയത്ത് പൊസിഷൻ ചേഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുവാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ആ വസ്തു മോഷനിലാണ് എന്ന് പറയാം. എനി ബോഡി can be said to be in motion if there is a continuous change in its position with respect to a given referral point as time passes. ഇവിടെയും നമ്മൾ ഈ referral point എന്നുള്ള വാക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മളുടെ നിർവചനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കണം. അതിന്റെ കാരണം എന്താണെന്ന് നോക്കാം. ഇപ്പൊ ഞാനിവിടെ ഒരു പിക്ചർ കാണിച്ചിട്ടുണ്ട്. 2 പെൺകുട്ടികളുണ്ട്. ഒരാള് ഒരു മൂവിങ് ബസ്സിനകത്താണ് നിൽക്കുന്നത്, അടുത്ത ആള് റോഡിലാണ് നിൽക്കുന്നത്. ഓക്കെ, ഇപ്പൊ മൂവിങ് ബസ്സിലുള്ള ചുവന്ന കളറുള്ള ഡ്രസ് ഇട്ട കുട്ടി മോഷനിലാണോ അതോ റെസ്റ്റിലാണോ എന്നൊരു ചോദ്യം ചോദിക്കുവാണെന്ന് വിചാരിക്കാം. അതിന് 2 ഉത്തരവും നമുക്ക് പറയാൻ പറ്റും. ഒന്നുകിൽ മോഷൻ എന്ന് പറയാം, അല്ലെങ്കിൽ റെസ്റ്റ് എന്ന് പറയാം. എങ്ങനെയാണെന്നല്ലേ? ആ പുറത്ത് നിൽക്കുന്ന റോഡിൽ നിൽക്കുന്ന കുട്ടി ബസ്സിൽ നിൽക്കുന്ന കുട്ടീനെ ഒബ്സർവ് ചെയ്യുവാണെങ്കിൽ ബസ് മൂവ് ചെയ്യല്ലേ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ റെഡ് കളർ ഇട്ട ഡ്രസ്സ് ഇട്ടിട്ടുള്ള കുട്ടിയുടെ പൊസിഷനും കണ്ടിന്യൂസ് ആയിട്ട് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ? അപ്പൊ നമുക്ക് ആ കുട്ടി മൂവിങ് ആണെന്ന് പറയാം. അതേസമയം ഈ റോഡിൽ നിൽക്കുന്ന കുട്ടി എങ്ങനെയോ ചാടി കയറിയ ബസ്സിനകത്തോട്ട് ചാടി കയറി എന്ന് വിചാരിക്കാം. എന്നിട്ട് ആ തൊട്ടപ്പുറത്ത് നിൽക്കുന്ന കുട്ടീനെ ഒബ്സർവ് ചെയ്യുകയാണെങ്കിലോ അവരുടെ പൊസിഷൻ മാറുന്നുണ്ടോ? ഇല്ല. ഹെർ പൊസിഷൻ ഇസ് ഗോയിങ് ടു ബി കോൺസ്റ്റന്റ് ത്രൂ ഔട്ട് അല്ലെ? അപ്പൊ 2 സ്ഥലത്തും ആ ചുവന്ന
ഡ്രസ് ഇട്ട കുട്ടിയുടെ പ്രവൃത്തിയിൽ ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. അത് അവിടെ നിൽക്കുക തന്നെയായിരുന്നു. പക്ഷെ ഏത് സ്ഥലത്ത് നിന്നാണോ ആ കുട്ടിയെ ഒബ്സർവ് ചെയ്തത്, ആ സ്ഥലത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് ആ കുട്ടിക്ക് മോഷൻ ആണെന്നും പറയാം, അല്ലെങ്കിൽ റെസ്റ്റിലാണെന്നും പറയാം. ഓക്കെ, അപ്പോ ഒരു വസ്തുവിന്റെ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ സ്റ്റേറ്റ് ഓഫ് മോഷൻ എന്ന് പറയുന്നത് സമയത്തിനെ മാത്രമല്ല ഡിപ്പെൻഡ് ചെയ്യുന്നത്, നമ്മൾ ഏത് സ്ഥലത്ത് നിന്നാണ് ആ വസ്തുവിനെ ഒബ്സർവ് ചെയ്യുന്നത് എന്നതിനെ കൂടെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഈ റെഫറൽ പോയിന്റ് എന്നുള്ള വാക്ക് ഉപയോഗിക്കാൻ പറഞ്ഞത്. അതായത് സമയം കടന്നു പോകും തോറും നമ്മൾ ഏത് സ്ഥലത്ത് നിന്നിട്ടാണോ ഒരു വസ്തുവിനെ ഒബ്സർവ് ചെയ്യുന്നത്. ഇപ്പൊ നിങ്ങൾ പലപ്പോഴും ഭയങ്കര അമേസ്ഡ് ആയിട്ട് ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമായിരിക്കും, നിങ്ങളൊരു വണ്ടിയിൽ ട്രാവൽ ചെയ്യാണ്, ഇപ്പൊ റോഡിന്റെ സൈഡിൽ മരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ മുന്നിലോട്ട് പോകും തോറും നമ്മൾ സൈഡ് വിൻഡോയിലൂടെ ആ മരങ്ങളെ നോക്കുവാണെങ്കിൽ മരങ്ങൾ പുറകിലോട്ട് പോകുന്ന ഒരു ഫീല് നമുക്കുണ്ട് അല്ലെ? കാരണം എന്താ, ആ മരങ്ങളുടെ സ്ഥാനം ഇപ്പൊ നമ്മളുടെ ഒരു കോമൺ സെൻസ് കൊണ്ട് നമുക്കറിയാം മരങ്ങൾ ഗ്രൗണ്ടിൽ ഫിക്സഡ് ആയിട്ട് നിൽക്കുവാണ്, അതിന് മൂവ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമുക്ക് ആ മരങ്ങൾ മൂവിങ് ആയിട്ട് തോന്നുന്നു, കാരണം നമ്മൾ ആ മരങ്ങളെ ഒബ്സർവ് ചെയ്തത് ഒരു മൂവിങ് വെഹിക്കിളിനകത്ത് ഇരുന്നു കൊണ്ടാണ്. അപ്പോൾ ഒരു വസ്തുവിന്റെ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഓഫ് മോഷൻ എന്ന് പറയുന്നത് റെഫറൽ പോയിന്റിനെ കൂടെ, അതായത് ഏത് സ്ഥലത്ത് നിന്നുകൊണ്ടാണ് നമ്മൾ ആ വസ്തുവിനെ നിരീക്ഷിക്കുന്നത് ആ ഒരു പോയിന്റിനെ കൂടെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഇതിനെയാണ് നമ്മൾ ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എൻ ആർബിട്രറി സെറ്റ് ഓഫ് ആക്സസ് with reference to which the position or motion of something is described. Normally ഈ arbitrary set of axes എന്ന് പറയുന്നത് XYZ axis along with time, ഈ 4 കാര്യങ്ങൾ ഉൾപ്പെടുന്നതിനെയാണ് നമ്മൾ ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറയുന്നത്. ഈ ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറയുന്ന കൺസെപ്റ്റ് കൃത്യമായിട്ട് മനസ്സിലായോ എന്നറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ചിത്രത്തിലൂടെ കൂടി ഒന്ന് നോക്കാം. ഇവിടെ ഒരു അപ്പൂപ്പൻ ഇരുന്നിട്ട് പത്രം വായിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ? ഇദ്ദേഹം റെസ്റ്റിലാണോ മോഷനിലാണോ എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റുമോ? ഇല്ല. ഇപ്പൊ നിങ്ങൾക്കറിയാം, ഇപ്പൊ നിങ്ങൾ ഇദ്ദേഹത്തിനെ നിരീക്ഷിക്കുന്ന സ്ഥലം ഇപ്പൊ തൊട്ടപ്പുറത്തുള്ള, അതായത് ആ ഒരു സ്റ്റേഷനറി ഗ്രൗണ്ടിൽ നിന്നിട്ടാണ് നിങ്ങൾ നിരീക്ഷിക്കുന്നതെന്നുണ്ടെങ്കിൽ ഹി ഈസ് നോട്ട് മൂവിങ്, ഹി ഈസ് അറ്റ് റെസ്റ്റ് അല്ലെ? ഇനിയിപ്പോ വേറൊരാള്, അതായത് നമുക്ക് ആലോചിക്കാം, സ്പേസിൽ നിന്നിട്ട് ഒരു ഏലിയൻ ഇദ്ദേഹത്തെ വാച്ച് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ഈസ് ഹി അറ്റ് റെസ്റ്റ്? നോ, നെവർ, ബിക്കോസ് എർത്ത് ഇസ് മൂവിങ് അല്ലെ? അപ്പൊ എർത്തിലാണ് ഇദ്ദേഹം ഇരിക്കുന്നത്. എർത്ത് മൂവ് ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി ഫോർ എൻ ഏലിയൻ ഹു ഇസ് വാച്ചിങ് ഫ്രം എബവ്, ദിസ് പേഴ്സൺ സീംസ് ടു ബി ഇൻ മോഷൻ അല്ലെ? അപ്പൊ ഒരു വസ്തുവിനും സ്ഥിരമായിട്ട് ഒരു റെസ്റ്റ് എന്നോ മോഷൻ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് ഇല്ല. ആ സ്റ്റേറ്റ് ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തിനേം കൂടെയാണ്, എവിടെ നിന്നാണ് നമ്മൾ ആ വസ്തുവിനെ നിരീക്ഷിക്കുന്നത്, അതുകൂടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ റെസ്റ്റ് ആൻഡ് മോഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് എല്ലാവർക്കും കൃത്യമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. Definition of rest is an object is said to be in a state of rest if it does not change its position with respect to a given referral point as time passes. അല്ലെങ്കിൽ പൊസിഷൻ റെഫറൽ പോയിന്റിനനുസരിച്ച് പൊസിഷൻ ചേഞ്ച് ചെയ്യുവാണെങ്കിൽ നമുക്കതിനെ മോഷൻ എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഇന്ന് ഡിസ്കസ് ചെയ്യാമെന്ന് പറഞ്ഞ 2 ടോപ്പിക് നമ്മളിവിടെ വ്യക്തമായിട്ട് പഠിച്ചു കഴിഞ്ഞു. 3ാമത്തെ ടോപ്പിക് ആയിരുന്നു ഫ്രെയിം ഓഫ് റെഫറൻസ്. അതും ഈ ഒരു ഉദാഹരണങ്ങളിലൂടെ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത ടോപ്പിക് എന്തായിരുന്നു? ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് നമുക്കൊരു വസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ ഓരോ വസ്തുവിനും അതിൻ്റെതായിട്ടുള്ള ഒത്തിരി പ്രോപ്പർട്ടീസ് ഉണ്ട്. ഇപ്പോൾ ഞാൻ എന്നെ കുറിച്ച് സംസാരിക്കുവാണെങ്കിൽ എന്നെ ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുന്ന കുറെ പ്രോപ്പർട്ടീസ് ഉണ്ട് അല്ലെ? അതായത് എന്റെ ഹൈറ്റ് 5 feet 6 inches ആണ്, അല്ലെങ്കിൽ എന്റെ വെയിറ്റ് എന്ന് പറയുന്നത് 65 kg ആണ്. അങ്ങനെ ഓരോരുത്തരെയും ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒത്തിരി പ്രോപ്പർട്ടീസ് ഉണ്ട്. അങ്ങനെ എല്ലാ പ്രോപ്പർട്ടീസിനെയും കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ കംപ്ലീറ്റ്ലി നമുക്ക് ആ വസ്തുവിനെ കുറിച്ചുള്ള ഒരു ധാരണ കിട്ടും അല്ലെ? ഇപ്പൊ എന്റെ പ്രോപ്പർട്ടീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ചിലപ്പോൾ പറയും ഞാൻ ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള ഒരാളാണ്, ഞാൻ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ്. അങ്ങനെ കുറെ പ്രോപ്പർട്ടീസ് ആണ് എന്നെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അതുപോലെ ഏതൊരു വസ്തു, ഇപ്പൊ നിങ്ങൾ ഒരു ആപ്പിൾ എടുത്തു, ആപ്പിൾ റെഡ് കളർ ആണെന്ന് പറയാം, അത് ഭയങ്കര വലിപ്പമുള്ളതാണെന്ന് പറയാം, അല്ലെങ്കിൽ അതിന് 100 gram വെയിറ്റ് ഉണ്ട്, അങ്ങനെ കുറെ കാര്യങ്ങൾ ആ ആപ്പിളിനെ കുറിച്ച് പറയാം. അതുപോലെ നമ്മുടെ ചുറ്റിലുള്ള ഏതൊരു വസ്തുവിനെ കുറിച്ചും ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ വസ്തുവിന്റെ കുറെ പ്രോപ്പർട്ടീസിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാൻ പറ്റും. അതിൽ ചില പ്രോപ്പർട്ടീസ് മാത്രം നമുക്ക്
അളക്കാൻ പറ്റുന്നതും ഒരു നമ്പർ വെച്ച് പറയാൻ പറ്റുന്നതുമാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞു എന്റെ ഹൈറ്റ് ഇത്രയാണ്, അതായത് 5 feet 6 inches ആണെന്ന് പറഞ്ഞു. അത് ഒരു കൃത്യമായിട്ട് എന്നെ കാണാത്ത ഒരാൾക്ക് പോലും കറക്റ്റ് ആയിട്ട് ഗസ് ചെയ്യാൻ പറ്റും, ഓക്കെ ഹൗ ഹൈ ഐ വിൽ ബി എന്നുള്ളത്, അല്ലെ? അങ്ങനെയുള്ള ചില സെറ്റ് ഓഫ് പ്രോപ്പർട്ടീസ് ഉണ്ട്. അതേസമയം ഞാൻ പറഞ്ഞു ഞാൻ വളരെ ഹാപ്പി ആയിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ്, ഞാൻ വളരെ എനർജറ്റിക് ആണെന്നൊക്കെ പറഞ്ഞു. അതിന് നമുക്ക് കൃത്യമായിട്ട് ഒരു അളവുകോലില്ല. എത്രത്തോളം ഹാപ്പി, എത്രത്തോളം എനർജറ്റിക്, അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല, അല്ലെ? അത് ഓരോരുത്തരും നോക്കി കാണുന്ന ഒരു പെർസ്പെക്റ്റീവിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത് ഒരു വസ്തുവിന്റെ അളക്കാൻ പറ്റുന്ന പ്രോപ്പർട്ടീസ്, നമുക്ക് അളന്ന് കൃത്യമായിട്ട് ഒരു അളവ് പറയാൻ പറ്റുന്ന അല്ലെങ്കിൽ ഒരു മെഷർമെന്റ് പറയാൻ പറ്റുന്ന പ്രോപ്പർട്ടീസിനെയാണ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. ഫിസിക്കൽ ക്വാണ്ടിറ്റി is any physical property that can be measured and expressed in number. നമ്മൾ ആപ്പിളിന്റെ കാര്യം പറഞ്ഞപ്പോൾ ആപ്പിളിന്റെ മാസിനെ കുറിച്ച് പറഞ്ഞു, അല്ലെങ്കിൽ ഇപ്പൊ പുറത്തെ ക്ലൈമറ്റിനെ കുറിച്ച് പറയുവാണെങ്കിൽ നമുക്ക് ടെമ്പറേച്ചറിനെ കുറിച്ച് പറയാം, ഹ്യൂമിഡിറ്റി ഇത്ര പെർസെന്റേജ് ഉണ്ടെന്ന് പറയാം. അങ്ങനെയുള്ള അളക്കാൻ പറ്റുന്ന ഒരു കൃത്യമായി നമ്പർ കൊണ്ട് നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുന്ന പ്രോപ്പർട്ടീസിനെയാണ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഫിസിക്സിൽ എപ്പോഴും നമ്മൾ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെയാണ് കൂടുതലായിട്ടും ഡിപ്പെൻഡ് ചെയ്യുന്നത് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, n നമ്പർ ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഉണ്ട്. അതിനെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്ന് സ്കേലാർസ് ആൻഡ് രണ്ടാമത്തേത് വെക്ടർ ക്വാണ്ടിറ്റീസ്. എന്താണ് സ്കേലാർസ് ആൻഡ് എന്താണ് വെക്ടേഴ്സ് എന്ന് നോക്കാം. അതായത് നമ്മൾ ഈ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ചില ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പോഴത്തെ സമയം എത്രയാണെന്ന് ചോദിച്ചാൽ ഞാനിപ്പോ 9 മണിയാണ് എന്ന് പറഞ്ഞാൽ ആ ഇൻഫർമേഷൻ കംപ്ലീറ്റ് ആണ്. 9 AM അറ്റ് ദിസ് പ്ലേസ് എന്ന് പറഞ്ഞാൽ ആ ഇൻഫർമേഷൻ കംപ്ലീറ്റ് ആണ്. നമുക്ക് അതിന്റെ ഡയറക്ഷനെ കുറിച്ച് ചിന്തിക്കേണ്ടതേ ഇല്ല, അല്ലെ? അല്ലെങ്കിൽ ടെമ്പറേച്ചർ, ഔട്ട്സൈഡ് ടെമ്പറേച്ചർ ഇസ് 26 ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 26 ഡിഗ്രി സെൽഷ്യസ് ഇസ് എ കംപ്ലീറ്റ് ഇൻഫർമേഷൻ. അവിടെ നമുക്ക് ഡയറക്ഷനെ കുറിച്ച് ചിന്തിക്കേണ്ടതായിട്ടേ വരുന്നില്ല. അങ്ങനെയുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെയാണ് നമ്മൾ സ്കേലാർസ് എന്ന് പറയുന്നത്. ഓക്കെ, സ്കേലാർ ക്വാണ്ടിറ്റീസ് ആർ ദോസ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് which can be completely described only by its magnitude. No need for any other information to complete this. Okay, അങ്ങനെയുള്ള ക്വാണ്ടിറ്റീസിനെയാണ് നമ്മൾ സ്കേലാർസ് എന്ന് പറയുന്നത്. നമ്മുടെ ചുറ്റും നോക്കുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റീസിൽ ഒത്തിരി കാര്യങ്ങൾ, ഇപ്പൊ ടൈം, ടെമ്പറേച്ചർ, അല്ലെങ്കിൽ ഡിസ്റ്റൻസ്, സ്പീഡ്, മാസ്, ഇതെല്ലാം സ്കേലാർ ക്വാണ്ടിറ്റീസിന്റെ എക്സാമ്പിൾ ആണ്. രണ്ട് സ്കേലാർ ക്വാണ്ടിറ്റീസിന്റെ സം എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോർമൽ അഡീഷൻ തന്നെ, അരിത്തമെറ്റിക് അഡീഷൻ ഉണ്ടല്ലോ, അതായത് രണ്ട് വസ്തുക്കളുടെ, ഇപ്പൊ ഒരു 100 gram ഉള്ള ഒരു ആപ്പിൾ ഉണ്ട്, അല്ലെങ്കിൽ 50 gram ഉള്ള ഒരു ആപ്പിൾ ഉണ്ട്. ഈ രണ്ട് ആപ്പിളിനും കൂടെ വെയിറ്റ് അല്ല, മാസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് 150 gram എന്ന് പറയാം. ഓക്കെ, നമുക്ക് നോർമൽ അഡീഷൻ തന്നെ ചെയ്യാം. അതേസമയം വെക്ടർ ക്വാണ്ടിറ്റീസ് എന്ന് വെച്ചാൽ ഞാൻ ഒരു ഉദാഹരണത്തിലൂടെ തന്നെ എന്താണ് വെക്ടേഴ്സ് എന്ന് മനസ്സിലാക്കി തരാം. ഇപ്പോ നിങ്ങളുടെ ടീച്ചർ നിങ്ങളോട് ചോദിക്കുവാണ്, സ്കൂളിൽ വെച്ചിട്ട് ചോദിക്കുകയാണ്, ഈ സ്കൂളിൽ നിന്ന് എത്ര അകലത്തിലാണ്, അതായത് നിങ്ങളുടെ വീട് എത്ര അകലത്തിലാണ് സ്കൂളിൽ നിന്ന് എത്ര അകലത്തിലാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ചോദിച്ചു. അപ്പൊ നിങ്ങൾ 2 kilometers എന്ന് മാത്രം ഒരു ആൻസർ കൊടുത്തു കഴിഞ്ഞാല് ടീച്ചർക്ക് നിങ്ങളുടെ വീട് കണ്ടുപിടിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? ഇല്ല. കാരണം സ്കൂളിൽ നിന്ന് 2 kilometer ഏത് ഡയറക്ഷനിൽ പോയാലും അവിടെ ഒന്നും നിങ്ങളുടെ വീടില്ല, അല്ലെ? ഒരു പ്രത്യേക ഡയറക്ഷനിൽ 2 kilometer സഞ്ചരിച്ചാൽ മാത്രമാണ് നിങ്ങളുടെ വീട്ടിൽ എത്താൻ പറ്റുള്ളൂ. അപ്പൊ സ്കൂളിൽ നിന്ന് വീട്ടിലോട്ടുള്ള അകലം, ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഒരു നമ്പറും അതിന്റെ കൂടെ ഡയറക്ഷനും കൂടെ പറഞ്ഞാൽ മാത്രമാണ് ആ ഇൻഫർമേഷൻ കംപ്ലീറ്റ് ആവുന്നത്. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് വെക്ടർ ക്വാണ്ടിറ്റിക്കുള്ള ഒരു എക്സാമ്പിൾ ആണ്. വെക്ടേഴ്സ് എന്ന് പറയുന്നത് those are the physical quantities whose description will be complete only if you give both magnitude and direction. മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും കൂടെ പറഞ്ഞാൽ മാത്രമാണ് അത്തരം ക്വാണ്ടിറ്റീസിന്റെ ഡിസ്ക്രിപ്ഷൻ കംപ്ലീറ്റ് ആവുള്ളൂ. ഇപ്പൊ ഞാൻ വേറൊരു ഉദാഹരണം പറയാണ്. ഇപ്പൊ നമ്മൾ ഒരു ഡോറിൽ 10 Newton ഫോഴ്സ് അപ്ലൈ ചെയ്തു എന്ന് പറഞ്ഞാൽ കേൾക്കുന്ന ആൾക്ക് വ്യക്തത വരുന്നില്ല. അതായത് നിങ്ങൾ ഡോർ തുറക്കാനാണോ ശ്രമിച്ചത്, അതോ ഡോർ അടയ്ക്കാനാണോ ശ്രമിച്ചത്, നിങ്ങൾ പുഷ് ചെയ്യുകയാണോ ചെയ്തത്, പുള്ള് ചെയ്യുകയാണോ ചെയ്തത്, അപ്പൊ അതിനനുസരിച്ച് ഉണ്ടാകുന്ന റിസൾട്ടും വ്യത്യാസമാണ്, അല്ലെ? അപ്പൊ ഫോഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ഒരു അളവ് മാത്രം പറഞ്ഞതുകൊണ്ട് ആ ഇൻഫർമേഷൻ കംപ്ലീറ്റ് ആവുന്നില്ല. ഏത് ഡയറക്ഷനിലാണ് നിങ്ങൾ ആ ഫോഴ്സ് അപ്ലൈ ചെയ്തതെന്നും കൂടെ പറയണം. അപ്പോ
കുറെ ക്വാണ്ടിറ്റീസ്, കുറെ പ്രോപ്പർട്ടീസിന് ജസ്റ്റ് മാഗ്നിറ്റ്യൂഡ് മാത്രം പറഞ്ഞാൽ മതി. അതേസമയം മറ്റുള്ള ക്വാണ്ടിറ്റീസ് മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും കൂടെ പറഞ്ഞാൽ മാത്രമാണ് ഇൻഫർമേഷൻ കംപ്ലീറ്റ് ആവുന്നുള്ളൂ. അത്തരം ക്വാണ്ടിറ്റീസിനെയാണ് വെക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ കുറച്ച് വെക്ടേഴ്സിന്റെ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. എന്തൊക്കെയാണ് വെക്ടേഴ്സ്? വെലോസിറ്റി, ഫോഴ്സ്, വെയിറ്റ്, ഡിസ്പ്ലേസ്മെന്റ്, ഇതെല്ലാം വെക്ടേഴ്സിനുള്ള എക്സാമ്പിൾ ആണ്. വെക്ടേഴ്സിന്റെ റിസൾട്ട് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് നോർമൽ അരിത്തമെറ്റിക് അഡീഷൻ പറ്റില്ല. അതായത് രണ്ട് ഫോഴ്സ് ഒരു വസ്തുവിൽ ആക്ട് ചെയ്താൽ എത്രയാണ് ടോട്ടൽ ഫോഴ്സ് എന്ന് വെച്ചാൽ നമുക്ക് ജസ്റ്റ് ആഡ് ചെയ്തിട്ട് ആൻസർ പറയാൻ പറ്റില്ല. അതിന്റെ ഡയറക്ഷനും കൂടെ നോക്കിയിട്ട് വെക്ടർ സം എന്ന് പറയുന്ന ഒരു രീതിയിലാണ് ചെയ്യാൻ പറ്റുള്ളൂ. അത് നമുക്ക് പിന്നീട് പഠിക്കാം. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് സ്കേലാർസ് വെക്ടേഴ്സ് എന്താണെന്ന് മനസ്സിലായി. ഇനി ഈ മോഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഞാൻ പറഞ്ഞു 6 ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആണ് നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കേണ്ടത്. ടൈമിനെ കുറിച്ച് നമുക്കറിയാം, അതൊരു സ്കേലാർ ക്വാണ്ടിറ്റി ആണ്. അതിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിലിംഗിന്റെ ആവശ്യമില്ല അല്ലെ. അതേസമയം ഡിസ്റ്റൻസ്, ഡിസ്പ്ലേസ്മെന്റ്, ഈ രണ്ട് ക്വാണ്ടിറ്റീസും കുറച്ച് എന്താ പറയാ ഒരുപോലെ ഇരിക്കുന്ന കാര്യങ്ങളാണ്. അവ തമ്മിലുള്ള കറക്റ്റ് ആയിട്ടുള്ള വ്യത്യാസം എന്താണെന്ന് മനസ്സിലാക്കി പഠിച്ചാലേ നടക്കുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് നോക്കാം എന്താണ് ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ്. അതിനു മുന്നേ ആയിട്ട് സ്കേലാർസ് ആൻഡ് വെക്ടേഴ്സിന്റെ കുറച്ചുകൂടെ എക്സാമ്പിൾസ് ഒന്ന് പഠിച്ചു വെക്കാം. ചിലപ്പോൾ 1 മാർക്ക് ക്വസ്റ്റൻ ഒക്കെ ആയിട്ട് ഗിവ് എക്സാമ്പിൾസ് ഓഫ് സ്കേലാർസ് ആൻഡ് വെക്ടേഴ്സ് ചോദിക്കാം. അല്ലെങ്കിൽ കുറച്ച് ഗ്രൂപ്പ് ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് തന്നിട്ട് ഇതിനെ സ്കേലാർസ് ആൻഡ് വെക്ടേഴ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്ത് എഴുതാനൊക്കെ പറയാം. ഓക്കെ, അപ്പൊ അതിനുവേണ്ടി നമുക്കൊന്ന് നോക്കാം എന്തൊക്കെയാണ് സ്കേലാർസ് ആൻഡ് വെക്ടേഴ്സിന്റെ മോർ എക്സാമ്പിൾസ് എന്നുള്ളത്. ടെമ്പറേച്ചർ, ഡയറക്ഷൻ ആവശ്യമുണ്ടോ? ഒരിക്കലും ഇല്ല. അതുകൊണ്ട് തന്നെ അതൊരു സ്കേലാർ ക്വാണ്ടിറ്റി ആണ്. വെയിറ്റ്, ഡയറക്ഷൻ ആവശ്യമുള്ള ഒരു വസ്തുവാണ്. അതുകൊണ്ട് തന്നെ അത് വെക്ടർ ക്വാണ്ടിറ്റി ആണ്. ആക്സിലറേഷൻ വെക്ടറിന്റെ എക്സാമ്പിൾ ആണ്. ഫോഴ്സ് വെക്ടറിനുള്ള എക്സാമ്പിൾ ആണ്. ടൈം സ്കേലാർ ആണ്. ഡിസ്റ്റൻസ് ഓൾസോ സ്കേലാർ. സ്പീഡ് എന്ന് പറയുന്നതും സ്കേലാർ ക്വാണ്ടിറ്റി ആണ്. വെലോസിറ്റി, സ്പീഡിനെയും വെലോസിറ്റിനെയും കുറിച്ചൊക്കെ നമ്മൾ കൂടുതൽ ഡീറ്റെയിൽസ് പഠിക്കും. നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് അവ തമ്മിലുള്ള എക്സാക്ട് ആയിട്ടുള്ള ഡിഫറൻസ് എന്നുള്ളത് കേട്ടോ. ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ ആണ്. അതേസമയം മാസ് സ്കേലാർ ആണ്. എനർജി സ്കേലാർ ആണ്. പവർ സ്കേലാർ ആണ്. അപ്പൊ ഇതൊക്കെ ഒന്ന് നോക്കി വെച്ചാൽ നിങ്ങൾക്ക് ആൻസർ എഴുതാൻ പറ്റും. സ്കേലാർസിന്റെ എക്സാമ്പിൾസ് ചോദിച്ചാൽ എഴുതാം, അല്ലെങ്കിൽ വെക്ടേഴ്സിന്റെ എക്സാമ്പിൾസ് ചോദിച്ചാൽ എഴുതാം, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ക്വാണ്ടിറ്റീസ് വന്നിട്ട് ഇവരെ സ്കേലാർസ് ആൻഡ് വെക്ടേഴ്സ് ക്ലാസിഫൈ ചെയ്യാൻ പറഞ്ഞാലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്മെന്റും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പഠിക്കാം. അതിനുവേണ്ടി നമുക്ക് രണ്ട് കുട്ടികളുടെ അടുത്തോട്ടൊന്ന് പോയി നോക്കാം. അപ്പൊ ഇവര് തമ്മിലുള്ള സംഭാഷണം ഒന്ന് ശ്രദ്ധിക്കൂ. ഒരാള് ഇവിടുന്ന് യാത്ര ആരംഭിച്ചു. യാത്ര ചെയ്യുന്ന പാത്ത് കാണിക്കാനാണ് ഞാൻ ഈ ഒരു ബ്ലാക്ക് റോഡ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഈ കുട്ടി ഈ ഒരു എന്താ പറയാ ഹൗസിംഗ് കോളനിയുടെ ഉള്ളിലൂടെ കുറെ സ്ഥലത്ത് കൂടെ ഇങ്ങനെ ട്രാവൽ ചെയ്തു അല്ലെ. ആ ഒരു ബ്ലാക്ക് പാത്ത് പോകുന്ന വഴി നോക്കൂ, കുറെ മരച്ചോട്ടിന്റെ ഉള്ളിലോട്ട് പോയി, പല വീടുകളിലോട്ടും പോയി, അങ്ങനെ അങ്ങനെ വന്ന് എവിടെയാ തിരിച്ചെത്തിയത്? തിരിച്ചെത്തിയത് ഇവിടെയാണ്. അതായത് ഇവിടെ നിന്ന് യാത്ര ആരംഭിച്ചു, എന്നിട്ട് ഇവിടെ തിരിച്ചെത്തി. അതിനുശേഷം ഇവർ തമ്മിൽ നടക്കുന്ന ഒരു സംഭാഷണം എന്താണെന്ന് നോക്കാം. പറയുവാണ്, ജെഫ്രി, മൈ ഡിസ്റ്റൻസ് വാസ് 176 meters. ഓക്കെ, അപ്പൊ അടുത്ത ആള് പറയുന്നത് എന്താ? ബട്ട് ബില്ലി, യുവർ ഡിസ്പ്ലേസ്മെന്റ് ഇസ് ജസ്റ്റ് 1 meter. കാരണം ഇവിടെ നിന്ന് യാത്ര ആരംഭിച്ച ആള് എത്തിപ്പെട്ടത് ഇവിടെയാണ്. അപ്പൊ എത്രത്തോളം അകലത്തിലാണ് എത്തിയത്? വളരെ കുറച്ച് അകലത്തിൽ എത്തിയുള്ളൂ അല്ലെ. 1 meter ദൂരത്താണ് അയാളുടെ പൊസിഷൻ മാറിയിട്ടുള്ളൂ. അതേസമയം ആ ഒരു പൊസിഷൻ മാറാൻ വേണ്ടി അയാൾ ഒത്തിരി ദൂരം ട്രാവൽ ചെയ്തു അല്ലെ. അപ്പൊ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 176 meter എങ്ങനെയാ വന്നത്? അതായത് നമ്മളൊരു ടേപ്പ്, ഒരു മെഷറിംഗ് ടേപ്പ് എടുത്ത് ഈ ബ്ലാക്ക് പാത്ത് മൊത്തത്തിൽ ഇങ്ങനെ മെഷർ ചെയ്ത് വരുമ്പോഴാണ് നമുക്ക് ടോട്ടൽ ഡിസ്റ്റൻസ് കിട്ടുന്നത്. അപ്പൊ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ആക്ച്വൽ ലെങ്ത് ഓഫ് ദ പാത്ത് കവേർഡ് ബൈ ദ ഒബ്ജക്ട്. ഡിസ്റ്റൻസ് അളക്കാൻ വേണ്ടി വസ്തു മൂവ് ചെയ്യുന്ന പാത്തിന്റെ പുറകിലൂടെ നമ്മൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കണം. ഓക്കെ, അതേസമയം ഡിസ്പ്ലേസ്മെന്റ് അളക്കാൻ വേണ്ടി ഈ വസ്തു ഏതൊക്കെ വഴിയിലൂടെ പോയി എന്നുള്ളത് നമ്മൾ മൈൻഡേ ചെയ്യണ്ട. നമ്മൾ എന്ത് നോക്കിയാൽ മതി? എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു എന്നിട്ട് അവസാനം ആൾ എവിടെ എത്തിച്ചേർന്നു. ഈ രണ്ട് പൊസിഷൻ തമ്മിലുള്ള ഷോർട്ടസ്റ്റ് ലെങ്ത് അളന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഡിസ്പ്ലേസ്മെന്റ് കിട്ടും. അപ്പൊ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ആക്ച്വൽ ലെങ്ത് ഓഫ് ദ പാത്ത് കവേർഡ് ബൈ ദ ഒബ്ജക്ട്, വെയർസ് ഡിസ്പ്ലേസ്മെന്റ് ഇസ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻ. ഏതൊക്കെ വഴിയിലൂടെ കടന്നു പോയി എന്നുള്ളത് ഡിസ്പ്ലേസ്മെന്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നേ ഇല്ല. ഓക്കെ, അപ്പോ
ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായല്ലോ. രണ്ടും ഒരേ കാര്യങ്ങളല്ല, വ്യത്യസ്തമാണ്. ഹൗ ഫാർ എൻ ഒബ്ജക്ട് മൂവ്സ് ഇൻ ടോട്ടൽ ആണ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അതേസമയം ഡിസ്റ്റൻസ് ആൻഡ് ഡയറക്ഷൻ ഓഫ് എൻ ഒബ്ജക്ട് മൂവ്സ് ഫ്രം സ്റ്റാർട്ടിംഗ് പൊസിഷനെയാണ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. ഈ രണ്ട് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് തമ്മിലുള്ള വ്യത്യാസം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു എക്സാമ്പിൾ തരാം. ഓക്കെ, അതിനകത്ത് ഓരോ കേസിലും നമുക്ക് ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും ഒന്ന് അളന്നു നോക്കാം. എന്നിട്ട് ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും തമ്മിലുള്ള മേജർ ഡിഫറൻസസ്, അതായത് അത് നമുക്ക് ഒരു 2 മാർക്കിന്റെ ക്വസ്റ്റൻ ഒക്കെ ആയിട്ട് ചോദിക്കാവുന്നതാണ് എക്സാമിന്. ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് എന്നുള്ളത്. ഓക്കെ, അപ്പൊ ആ ഒരു ഡിസ്റ്റിങ്ഷൻ മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് ആദ്യം ഒരു ഉദാഹരണം ചെയ്തു നോക്കാം. അതിൽ നിന്ന് നമുക്ക് കുറച്ച് കൺക്ലൂഷൻസ് എടുക്കാം. ഓക്കെ, റെഡി ആണല്ലോ അല്ലെ? ഒരു വസ്തു മൂവ് ചെയ്തു. ഓക്കെ, ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, എന്നിട്ട് ഈ ഒരു യെല്ലോ ആണ് പാത്ത്. ഓക്കെ, ആ പാത്ത് കവർ ചെയ്ത് ഇവിടെ എത്തിപ്പോയി, ഫൈനൽ പൊസിഷനിൽ എത്തി. ഓക്കെ, ഇതൊരു സ്ക്വയർ ഫീൽഡ് ആണ്. അതിന്റെ ഓരോ സൈഡിന്റെയും ലെങ്ത് 90 മീറ്റർ ആണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ ഈ ഒരു സന്ദർഭത്തിൽ, അതായത് ഇപ്പോ ഞാൻ ഇവിടെ ഇതിനെ എ എന്ന് പോയിന്റ് കൊടുത്തു, ഇവിടെ ബി എന്ന് കൊടുക്കുകയാണെന്ന് വിചാരിക്കാം. ഈ വസ്തു എയിൽ നിന്ന് ബിയിലോട്ട് എത്തി. എയിൽ നിന്ന് ബിയിലോട്ട് എത്തിയപ്പോ എത്രത്തോളം ഡിസ്റ്റൻസ് കവർ ചെയ്തു? ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ എന്താ? ആക്ച്വൽ ലെങ്ത് ഓഫ് ദ പാത്ത് കവേർഡ്. ഇപ്പൊ ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്ന യെല്ലോ ഡോട്ടഡ് ലൈൻ ആണ് പാത്ത്. അതൊരു സ്ട്രെയിറ്റ് പാത്ത് ആയതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലായി ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇസ് 90 മീറ്റർ. കാരണം ആ സ്ട്രെയിറ്റ് പാത്തിന്റെ അളവ് നമ്മളുടെ കയ്യിലുണ്ട് 90 മീറ്റർ എന്ന്. അപ്പൊ ഇവിടുത്തെ ഡിസ്റ്റൻസ് എത്രയാണ്? 90 മീറ്റർ. ഇനി ഡിസ്പ്ലേസ്മെന്റ് എങ്ങനെ കണക്കാക്കാം? ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻ. ഇനീഷ്യൽ പൊസിഷൻ എ ആണ്, ഫൈനൽ പൊസിഷൻ ബി ആണ്. അവ തമ്മിലുള്ള ഏറ്റവും കുറഞ്ഞ അകലം 90 മീറ്റർ ആണ് അല്ലെ? ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ എപ്പോഴും സ്ട്രേറ്റ് ലൈൻ ഡിസ്റ്റൻസ് ആണ്. അപ്പൊ ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നതും 90 മീറ്റർ തന്നെയാണ്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് ഒരു കൺക്ലൂഷനിൽ എത്താൻ പറ്റി. എന്താണ് ആ കൺക്ലൂഷൻ? ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും ചിലപ്പോഴൊക്കെ ഈക്വൽ ആയിട്ട് വരാം. ഈക്വൽ ആയിട്ട് വരാനുള്ള കണ്ടീഷൻ എന്താണ്? കണ്ടീഷൻ എന്ന് പറയുന്നത് ആ വസ്തു സ്ട്രെയിറ്റ് ലൈനിൽ മാത്രം ട്രാവൽ ചെയ്യുവാണെങ്കിൽ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും ഈക്വൽ ആണ്. ഇവിടെ നമ്മൾക്ക് മനസ്സിലായി എയിൽ നിന്ന് ബിയിലോട്ട് പോകുന്നതിനിടയ്ക്ക് ആ വസ്തുവിന്റെ ഡയറക്ഷൻ ഒട്ടും ചേഞ്ച് ആയിട്ടില്ല, അതുപോലെ അതൊരു കർവ്ഡ് പാത്തും എടുത്തിട്ടില്ല. അപ്പോൾ ഒരു വസ്തുവിന്റെ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റ് എപ്പോഴാണ് ഈക്വൽ ആയിട്ട് വരുന്നതെന്ന് ഒരു ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പൊ നിങ്ങൾക്ക് അതിനുള്ള ആൻസർ കിട്ടി. എന്താണ്? ആ വസ്തു സ്ട്രെയിറ്റ് ലൈനിൽ മാത്രമാണ് മൂവ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിന്റെ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും ഈക്വൽ ആണ്. മനസ്സിലായല്ലോ? ഇനി ഈ വസ്തു വീണ്ടും അവിടുന്ന് യാത്ര തുടങ്ങിയിട്ടേ ഉള്ളൂ, അതായത് എയിൽ നിന്ന് ബിയിലോട്ട് എത്തി, അതിനുശേഷം ബിയിൽ നിർത്തിയില്ല, അത് തിരിച്ച് സി വരെ ട്രാവൽ ചെയ്തു. ഓക്കെ, ഈ ഒരു കേസിലാണ് നമ്മളോട് ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞാല് എന്ത് ചെയ്യണം? ഡിസ്റ്റൻസ് എത്രയായിരിക്കും? ഈ സ്ക്വയർ ഫീൽഡിന്റെ ഓരോ സൈഡും 90 മീറ്റർ ആണ്. അതുകൊണ്ട് തന്നെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇത്രത്തോളം ട്രാവൽ ചെയ്തു പ്ലസ് ഇത്രത്തോളം ട്രാവൽ ചെയ്തു അല്ലെ? അപ്പൊ 90 പ്ലസ് 90 180 മീറ്റർ ആണ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അതേസമയം ഡിസ്പ്ലേസ്മെന്റ് അളക്കാൻ വേണ്ടി നമ്മൾ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻ മാത്രം നോക്കുക. അതായത് എ എന്നുള്ളതായിരുന്നു ഇനീഷ്യൽ പൊസിഷൻ, സി ആണ് ഫൈനൽ പൊസിഷൻ. അവ തമ്മിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് വെച്ചാൽ അവിടുന്ന് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചാൽ അതാണ് ഡിസ്പ്ലേസ്മെന്റിന്റെ അളവ്. അത് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് റൂട്ട് ഓഫ് 90 സ്ക്വയർ പ്ലസ് 90 സ്ക്വയർ ചെയ്താൽ മതി അല്ലെ? അതിപ്പോ കാൽക്കുലേഷൻ ചെയ്യണ്ട, ഞാൻ ആൻസർ പറഞ്ഞുതരാം. 127 ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ ഡിസ്റ്റൻസ് 180 ആയിരുന്നു, ഡിസ്പ്ലേസ്മെന്റ് എത്രയാ? 127. ഡിസ്റ്റൻസിനേക്കാളും കുറഞ്ഞ ഒരു സംഖ്യയാണ് ഡിസ്പ്ലേസ്മെന്റ് ആയിട്ട് കിട്ടിയത്. അപ്പൊ എല്ലാ സമയത്തും ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും ഈക്വൽ ആവണം എന്നില്ല. എപ്പോഴാണ് ഈക്വൽ ആവുന്നത്? അത് സ്ട്രെയിറ്റ് ലൈനിൽ മാത്രം ട്രാവൽ ചെയ്യുവാണെങ്കിൽ. ഇവിടെ എന്താ സംഭവിച്ചത്? ബി വരെ സ്ട്രെയിറ്റ് ലൈൻ ആയിരുന്നു, പക്ഷെ അതിനുശേഷം അത് ഡയറക്ഷൻ ചേഞ്ച് ചെയ്തു. അപ്പൊ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റ് ഈക്വൽ ആവുന്നില്ല. ഡിസ്പ്ലേസ്മെന്റ് ഡിസ്റ്റൻസിനേക്കാളും കുറവായിട്ട് വന്നു. ഓക്കെ, ഇനി വീണ്ടും ഈ വസ്തു അതിന്റെ യാത്ര തുടരുവാണെന്ന് വിചാരിക്കുക. അതായത് എയിൽ നിന്ന് ബിയിലെത്തി, ബിയിൽ നിന്ന് സിയിലെത്തി, സിയിൽ നിർത്തിയില്ല, വീണ്ടും അത് ഡിയിലോട്ട് ട്രാവൽ ചെയ്തു എന്ന് വിചാരിക്കാം. ഇവിടെ എത്രയായിരിക്കും ഡിസ്റ്റൻസ്? 90 പ്ലസ് 90 പ്ലസ് 90 270 മീറ്റർ ആണ് അതിന്റെ ഡിസ്റ്റൻസ്, ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ്. അതേസമയം ഡിസ്പ്ലേസ്മെന്റ് എത്രയായിരിക്കും? ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് എയും ഡിയും തമ്മിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്. അതായത് എനെയും ഡിനെയും കണക്ട് ചെയ്ത് നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കണം, അതാണ് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്.
അപ്പൊ ഈ സ്ട്രേറ്റ് ലൈനിന്റെ ഡിസ്റ്റൻസ് അളവ് എത്രയായിരിക്കും? 90 മീറ്റർ. അപ്പോൾ ഇവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് 90 മീറ്റർ ആണ്. അപ്പൊ ഇവിടെയും നമ്മളൊരു കാര്യം ശ്രദ്ധിച്ചു വെക്കുക, ഡിസ്പ്ലേസ്മെന്റ് ഡിസ്റ്റൻസിനേക്കാളും കുറവായിട്ടാണ് വന്നത്, അല്ലെ? ഇനി ഈ വസ്തു വീണ്ടും യാത്ര കണ്ടിന്യൂ ചെയ്യാണ്. അതായത് എന്ന് ബിയിൽ പോയി, ബിന്ന് സിയിൽ പോയി, സിന്ന് ഡിയിൽ പോയി, അതിനുശേഷം അത് തിരിച്ച് എയിൽ തന്നെ വന്നു. ഓക്കെ, ആ ഒരു സന്ദർഭത്തിൽ അതിന്റെ ഡിസ്റ്റൻസ് എത്രയായിരിക്കും? 90 മീറ്റേഴ്സ് കവർ ചെയ്തു, അല്ലെ? അപ്പൊ 360 മീറ്റർ ആണ് ഡിസ്റ്റൻസ് ആയിട്ട് വരിക. അതേസമയം ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻ. ഇനീഷ്യലി അത് എയിലായിരുന്നു, ഫൈനലി അത് എവിടെ തന്നെ തിരിച്ചെത്തി? എയിൽ തന്നെ തിരിച്ചെത്തി. അപ്പൊ അവ തമ്മിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ? ഇല്ല. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് നമുക്ക് 0 എന്ന് പറയുന്ന ഒരു വാല്യൂ പോസിബിൾ ആണ്. അത് എപ്പോഴാണ്? ഒരു വസ്തു ഒരു പോയിന്റിൽ നിന്ന് യാത്ര ആരംഭിച്ച് അതേ പോയിന്റിൽ തന്നെ തിരിച്ചെത്തുവാണെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് 0 ആണ്. അപ്പൊ ഈ ഒരു ഉദാഹരണം നമ്മൾ പറഞ്ഞതിൽ നിന്ന് കുറെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. ഒന്നാമത്തെ കാര്യം, ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും ഈക്വൽ ആവാനുള്ള സാധ്യതയുണ്ട്. എപ്പോഴാണ്? വസ്തു സ്ട്രെയിറ്റ് ലൈനിൽ മൂവ് ചെയ്യുമ്പോൾ. അല്ലാത്ത സമയങ്ങളിലെല്ലാം തന്നെ ഡിസ്പ്ലേസ്മെന്റ് ഡിസ്റ്റൻസിനേക്കാളും കുറവായിരിക്കും. ഡിസ്പ്ലേസ്മെന്റിന് ഒരിക്കലും ഡിസ്റ്റൻസിനേക്കാളും കൂടുതൽ ഉള്ള ഒരു വാല്യൂ വരാൻ പറ്റില്ല. ഇനി മൂന്നാമത്തെ കാര്യം എന്താ പഠിച്ചത്? ഡിസ്പ്ലേസ്മെന്റ് ക്യാൻ ബി 0. ഓക്കെ, അതുപോലെ തന്നെ ഡിസ്പ്ലേസ്മെന്റിന് നെഗറ്റീവ് വാല്യൂയും കൂടെ വരാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇത് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഇനി മൂവ് ചെയ്താൽ അവിടെ നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് നെഗറ്റീവ് ആവാം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും തമ്മിലുള്ള ഡിസ്റ്റിങ്ഷൻസ് ആയിട്ട് നമ്മൾ പഠിച്ചത്, വ്യത്യാസങ്ങളായിട്ട് പഠിച്ചത്. ഒന്ന് ബ്രീഫ് ചെയ്ത് നോക്കാം എന്തൊക്കെയാണ് വ്യത്യാസങ്ങൾ എന്നുള്ളത്. Distance traveled by a body is the actual length of the path covered by a moving body. അതേസമയം ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻ ആണ്. ഡിസ്റ്റൻസ് സ്കെയിലാർ ആണ്, അവിടെ നമുക്ക് ഡയറക്ഷന്റെ ആവശ്യമേ ഇല്ല. അതേസമയം ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് വെക്ടർ ആണ്, ഏത് ഡയറക്ഷനിലാണ് അത് മൂവ് ചെയ്തത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നു. ഡിസ്റ്റൻസ് വിൽ ബി ഓൾവേസ് പോസിറ്റീവ്. അതേസമയം ഡിസ്പ്ലേസ്മെന്റിന് പോസിറ്റീവ് വാല്യൂ വരാം, നെഗറ്റീവ് വാല്യൂ വരാം, 0 വാല്യൂ വരാം. ഓക്കെ, ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും ഈക്വൽ ആയിട്ട് വരുന്ന സന്ദർഭം എപ്പോഴാണ്? വസ്തു സ്ട്രെയിറ്റ് ലൈനിൽ മൂവ് ചെയ്യുമ്പോൾ. രണ്ട് ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെയും നമുക്ക് മീറ്റർ എന്ന് പറയുന്ന SI യൂണിറ്റ് വെച്ച് തന്നെ മെഷർ ചെയ്യാം. പല യൂണിറ്റും ഉണ്ട് ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും മെഷർ ചെയ്യാനായിട്ട്. മീറ്റർ പറയാം, സെന്റിമീറ്റർ, മില്ലിമീറ്റർ, കിലോമീറ്റർ, മൈൽസ്, അങ്ങനെ ഒത്തിരി ഡിഫറെന്റ് യൂണിറ്റ്സ് ഉണ്ട്. അതിനകത്ത് ഇന്റർനാഷണലി ആക്സെപ്റ്റഡ് സിസ്റ്റം എന്ന് പറയുന്നത് മീറ്റർ ആണ്. അപ്പൊ നമ്മൾ ഈ ഒരു ലെസണിൽ പ്രോബ്ലംസ് ഒക്കെ ചെയ്യുമ്പോൾ ഡിസ്റ്റൻസിനെയും ഡിസ്പ്ലേസ്മെന്റിനെയും വേറെ അളവിൽ തന്നിട്ടുണ്ടെങ്കിൽ മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് വേണം പ്രോബ്ലംസ് ചെയ്യാനായിട്ട്. ഓക്കെ, അതായത് SI യൂണിറ്റ് ഓഫ് ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് ഇസ് മീറ്റർ. അപ്പൊ ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായല്ലോ. ഞാൻ പറഞ്ഞിരുന്നു, മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് ആണ് ഫിസിക്സ്. അപ്പൊ എല്ലാവർക്കും മോഷന്റെ ഫസ്റ്റ് പാർട്ട് വളരെ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അടുത്ത ദിവസത്തെ വീഡിയോയിലൂടെ നമുക്ക് ഇതിന്റെ സെക്കൻഡ് പാർട്ടിൽ വരുന്ന ടോപ്പിക്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. Thank you for watching. Have a wonderful day ahead to all of you.